ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഉണ്ട് കേട്ടോ, പുറത്ത് പുറത്തുണ്ട്. ചേട്ടൻ്റെ കുറച്ച് ക്ഷീണമെല്ലാം മാറിയിട്ടുണ്ട്, കുറച്ചൊരു മാറ്റമുണ്ട്. അതെ. അപ്പോൾ സമയം 5 മണിയായി. അത് 5:30 ചായയെല്ലാം കുടിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണൂർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറേ ആൾ മെസ്സേജ് അയച്ചിന്, അവിടെ നിന്നും കുറേ ആൾ ചോദിച്ചിന് എന്നാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് കുറേ മെസ്സേജും കോളെല്ലാം വന്നു കേട്ടോ. അതുകൊണ്ടാണ് നേരം പോയി എന്നാലും വേഗം ഒന്ന് ഇതെല്ലാം പറയാന്ന് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. ഇത്തിക്ക നേരം വൈകിപ്പോയി. അപ്പൊ വരുമ്പോഴത്തേക്ക് ചേച്ചി വന്ന് ഋത്തിക്കിനെ സ്കൂളിൽ കുടിച്ചിട്ട് എല്ലാം ഫ്രഷ് ആയിട്ട് അതെ. അപ്പോൾ വെച്ചാല് 6 മാസം മുമ്പ് എനിക്കൊരു സിസ്റ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. വെച്ചാൽ മൊയ, അത് വെച്ചാൽ എനിക്ക് ചെറുങ്ങനെ വയറുവേദന വന്നോണ്ടിരിക്കുന്നുണ്ടായി. അപ്പോൾ എന്നിട്ട് ഇത് ഇടയിലോ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ഇങ്ങനെ അത് മാറുന്നില്ല. ഗുളിക കുടിക്കുമ്പോൾ കുറച്ച് ഇതാകുന്നുണ്ട്, പിന്നെ ആദ്യം ഇങ്ങനെ വേദന വരുന്നുണ്ട്. അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ ഇങ്ങനെ മയ്യിൽ ജുനൈ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണിച്ചു. അപ്പോൾ അവിടെ ഒരു മൂത്രക്കടച്ചിലിൻ്റെ ഡോക്ടർ ഉണ്ട്. അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ ഇങ്ങനെ സ്കാനിങ് ആക്കി നോക്കി. സ്കാനിങ് ആക്കി വേദന മൂത്രക്കടച്ചിലിൻ്റെ സ്കാനിങ് ആക്കിയിട്ടാണ് നോക്കിയിന്. നോക്കുമ്പോൾ ഇങ്ങനെ സിസ്റ്റ് കുറച്ച് ഇങ്ങനെ ഒരു മൊയ ഉണ്ടെന്ന് പറഞ്ഞ് അറിഞ്ഞത്. അപ്പോൾ ഈ മൊയനെ സംബന്ധിച്ച് എനിക്കൊരു വേദന കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ പിന്നെ ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കോയിലിൽ പോയി ഇങ്ങനെ ആദ്യം ഒന്നുകൂടി സ്കാനിങ് എടുത്ത് അല്ല നോക്കുമ്പോൾ ഒന്ന് ഉറപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ മൊയ ഉള്ളത്. അപ്പോൾ അങ്ങനെല്ലാം ആയിട്ട് അത് ഇങ്ങനെ എടുത്ത് കളഞ്ഞു. അപ്പോൾ അങ്ങനെ 6 മാസം കഴിഞ്ഞു. അപ്പോൾ ഇത് വെച്ചാൽ എടുത്ത് കളഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വന്നുകൊണ്ടിരുന്ന ചെറുങ്ങനെ വരുമ്പോൾ തന്നെ അത് നമ്മൾ ഗുളിക കുടിച്ചിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ ഇത് വെളുങ്ങനെ വന്നാൽ ഇതുപോലെ ഓപ്പറേഷൻ ആക്കിയിട്ട് എടുക്കാം. അതെ, അങ്ങനെ പറയുന്നത് കേട്ടിന്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ ആദ്യം രണ്ടാമത്തെ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് 6 മാസം ആയി. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആദ്യം അന്ന് നമ്മളെല്ലാം സ്കാനിങ് ആക്കി നോക്കിയാൽ ഒരു സമാധാനമല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒന്ന് സ്കാനിങ് എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ കണ്ണൂർ പോയതാണ്. അപ്പോൾ സ്കാനിങ് ആക്കി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറേ ആൾ ഇന്ന് അവിടെ കണ്ടേരെ കുറേ ആൾ ഗൈനക്കോളജിസ്റ്റ് വന്നേരെ കണ്ടേരെ കുറേ ആൾ ചോദിച്ചു എന്നാണ്. കുറേ ആൾ വിശേഷം ഉണ്ടോയെന്നെല്ലാം ചോദിച്ചു. അതെ, ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോയത് തന്നെ ആ കുറേ ആൾ ഇതന്നെയാണെന്നല്ലേ സംഭവം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കുറേ ആൾ ചോദിച്ചു, മെസ്സേജ് എല്ലാം അയച്ചു. അപ്പോൾ വിശേഷം ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് ചെക്കാക്കാൻ വേണ്ടി പോയതാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വന്നു നമ്മൾ. അപ്പൊ ഇത് വെച്ചാല് അമ്മ പണ്ട് അമ്മക്ക് ഉണ്ടായിരുന്നു അല്ലേ? അതെ, അത് പിന്നെ വിചാരിച്ചാല് എനക്ക് ചെറുങ്ങനെ അത് മരുന്ന് പോയിന് മോളെ. അത് കുറേ നാള് അങ്ങനെ ആ കാരണത്തിലാണ് ബ്ലീഡിങ് ആയിട്ട് കുറേ നാളെ ആശുപത്രി മരുന്ന് 1.5 കൊല്ലം കഴിച്ചിട്ട് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് ഓപ്പറേഷൻ ഇല്ലാണ്ടായിരുന്നു അന്നേരം. അതിനെപ്പറ്റി പിന്നെ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു തകരാറ് ഉണ്ടായിട്ടുമില്ല. കുറേ വർഷങ്ങളായി അത് ചെറുതായിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിനെ. അത് ഗുളികയിൽ പോകുന്നു പറഞ്ഞേ. ഇതിപ്പോൾ അങ്ങനെയല്ല, അതൊരുപാട് കൊല്ലങ്ങളായില്ലേ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെയും അത് ഇങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ വന്നിട്ട് കുറേ ജാസ്തി ആവുന്നു പറയുന്നു. ഞാനും കേൾക്കുന്നുണ്ട്. അതാ ഇത്ര തിരക്കിട്ടടിക്കുന്നു. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് രണ്ടാമത് ഇതുപോലെ വന്നിട്ട് അവര് ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങുന്ന് പറഞ്ഞത് തിരക്കണക്ക് അതാണ്. കാരണം ഇത് ചെറുതായിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ അത് മരുന്നിൽ പോകുമെങ്കിൽ അങ്ങനെ ആകട്ടെ നേരത്തെ. ഇന്നിപ്പോൾ സ്കാനിങ് ചെയ്ത് വന്നതിന് ശേഷം എനിക്ക് കുറച്ചൊരു സമാധാനമായത്. അതെ, അപ്പൊ അമ്മ ഇവിടുന്ന് പോകുമ്പോഴെന്നെ ഇങ്ങനെ വിചാരിക്കുക കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. കയ്യിൽ അന്ത്യോളം പറഞ്ഞാൽ ചെറിയ പ്രായമല്ലേ ഉള്ളു. അതന്നെ പിന്നെ കൂടാണ്ട് കയ്യിലല്ലോ എന്ന് വെച്ചിട്ടാണ് നേരത്തെ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയിനെ. നമ്മളിങ്ങനെ ഇന്ന് രാവിലെ പോയിട്ട് വരുന്നവരനക്ക് ഒരു രാവിലെ വിചാരിച്ച ഞാനിങ്ങനെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞ് വിചാരിച്ച പിന്നെ പോവാന്ന് പറഞ്ഞു. പക്ഷെ മനസ്സിലിങ്ങനെ വെച്ചാല് നമ്മൾ ഈ ഇതുപോലത്തെ മുഴ നമ്മളെടുത്തിട്ട് വീണ്ടും സ്കാൻ ചെയ്യാൻ വേണ്ടി കൊടുത്തില്ലേ, മുഴ എടുത്തതിന് ശേഷം. അപ്പൊ അതിന്റെ ഒരു കാത്തിരിക്കുന്ന സമയത്ത് ഭയങ്കര ഇതാണ്. ഇത് എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിട്ട് എന്താ പറയാ. അപ്പോൾ എനിക്കുണ്ടായ ആ സിസ്റ്റിൻ്റെ പേര് ഡെർമോഡ് സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്.
അപ്പോൾ അത് വെച്ചാല് ഇങ്ങനെ വണ്ണം വെച്ച് ഇങ്ങനെ ഉള്ളിൽ തന്നെ കുറച്ച് ഒരു കനാകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോകും. തിരിഞ്ഞു പോയാൽ പിന്നെ വേദന സഹിക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു വേദന ആയിരിക്കും. തിരിഞ്ഞ് പൊട്ടും എന്നല്ലേ പറയുന്നത്? അങ്ങനെയാണ് ഭയങ്കര വേദന. അപ്പൊ അതിന് മുമ്പ് തന്നെ ഇത് എടുത്ത് കളയണം പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. ഇപ്പൊ അതിനെ പറ്റി എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും വേറെ ചെറിയ ചെറിയ വയറ് അത്രേ കേൾക്കണ്ടു എനക്ക്. എന്നാ പറയണ്ടേ, ഒരു ഓപ്പറേഷൻ എന്നെല്ലാം പറഞ്ഞാൽ ഇന്ന് അതിന്റെ ചെയ്യുന്നതും അതിന്റെ ആ ഒരു വേദന സഹിക്കുന്നതും റെസ്റ്റ് എടുക്കുന്നതും എന്ന് പറഞ്ഞാല് എല്ലാം കൂടി അതന്നെ ഓളത് കഴിഞ്ഞ് 6 മാസം തൊട്ട് എത്തിയിട്ടില്ല. അതില് 4 മാസം ആകുമ്പോഴത്തേക്കാണ് ഞാനിങ്ങനെ ആയത്, ഇങ്ങനെ ഒരു ഇത് കഴിഞ്ഞത്. അപ്പോഴത്തേക്ക് പിന്നെ ഒരു ടെൻഷൻ തന്നെയല്ലേ. പിന്നെ അതാണ് ഇപ്പൊ തൽക്കാലം അങ്ങനെ. അപ്പൊ അങ്ങനെയെല്ലാം ഉള്ള അങ്ങനെ. അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ കുറെ ആള് ചോദിച്ചേരോ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് ഇത് പോയതിന്റെ ഡീറ്റെയിലിനെ പറ്റിയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഒരാള് ഭയങ്കര വിഷമമാകുന്നുണ്ട്, ഇവൻ അനങ്ങാണ്ടിട നിന്നിട്ടുണ്ട്. കളിക്കാൻ വേണ്ടി പോണല്ലേ മഴക്ക്. ഇവനെ ഇടുന്ന് വിട്ട വാതിലടച്ചിട്ടുള്ളത്, വിട്ടാൽ അപ്പൊ തന്നെ പുറത്തെത്തിരി ഇവനെ കിട്ടൂല, അതുകൊണ്ടാണ് അടച്ചിട്ടുള്ളത്. അച്ഛനെ പാടിയിരിക്കാം. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ഇത് വന്നുകൊണ്ടാണ് ഇതിനെപ്പറ്റി കുറച്ച് എനിക്ക് മനസ്സിലായത്. അതാണ് ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ എനിക്ക് വന്നത് വെച്ചാൽ ഗർഭപാത്രത്തിൻ്റെ പുറത്താണ് ഡെർമോഡ് സിസ്റ്റ് പറഞ്ഞിട്ട്. അപ്പോൾ അകത്തും വരുമെന്ന് ഡോക്ടർ പറഞ്ഞിന്. അപ്പോൾ എനിക്ക് പുറത്താണ് വന്നിന്. അപ്പോൾ ഇത് വെച്ചാൽ ചെറിയ ചെറിയ വേദന കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സാറില്ല ചെറിയ വയറുവേദനയില്ല അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വിട്ട് കളയാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചെക്കപ്പ് ആക്കി. അപ്പോൾ ഉള്ളി വേദന നമ്മൾ ഒന്ന് സ്കാനിങ് ഇതെല്ലാം ആക്കി നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഒന്ന് അങ്ങനെ ആക്കി നോക്കിയാൽ നമുക്ക് ഉള്ളിൽ എന്നാ കാര്യങ്ങൾ എന്തിനാ ഇങ്ങനെ വേദന എടുക്കുന്നത് എന്തായാലും മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഞാൻ കുറേ നാളെല്ലാം ഇങ്ങനെ വേദന വന്നപ്പോൾ മൂത്രം അടിച്ചില്ല അത് ഇതെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഇതായിരുന്നു. അവസാനം അവർക്ക് ഒന്ന് സ്കാനിങ് ആക്കി ഒക്കെ അയച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഇത് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം മാറ്റി ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു. അപ്പൊ അത് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇത് ചെറിയ ചെറിയ വേദനകളൊന്നും ഇതായിരിക്കില്ല. ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇതിന്റെ ഒരു ഇത് വേഗം ഒന്ന് കാണിച്ചാൽ മാറും, അത്രേ ഉള്ളൂ. ടെൻഷൻ അടിക്കാനും കാര്യമൊന്നുമില്ല, സംഭവമല്ല. അതെ. അതില്ലേ മോളെ, അത് എന്ന് പറഞ്ഞാല് നമ്മള് ഒരുവിധം സഹിക്കാൻ പറ്റുന്നത്, നമ്മളിപ്പം പറഞ്ഞില്ലേ ഒരുവിധം സഹിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ അത് പറയാൻ മടിക്കും. എന്താന്ന് വെച്ചാൽ മോളെന്നെ അതിപ്പോൾ അത്ര പോരെ വണ്ണം വെക്കുന്നതിന് മുന്നേ ആണെങ്കിൽ അത് മരുന്ന് തന്നെ കൊണ്ടുപോകും. അത്ര പോരെ നമ്മളതിപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത് കൊണ്ടല്ലേ നമുക്കിത് ഇപ്പൊ പറയുന്നേ. ആരും അത് അങ്ങനെ കണക്കിലെടുക്കൂല. എന്നുവെച്ചാല് സഹിക്കാൻ പറ്റാതെ ഒരു വേദന വരുമ്പേ നമ്മളത് ആസ്പത്രിയെ സമീപിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറയാണ്ട് നമ്മൾ ഒളിപ്പിച്ച് വെച്ച് കളിക്കും. അങ്ങനെയാണ് നമ്മള്, അതാണ് നമുക്കിത് വെലിങ്ങനെയാകുന്നത്. അങ്ങനെ ആയിട്ടാണ് മോളെ ഞാൻ പണ്ട് എനിക്ക് ബ്ലീഡിങ് ആയിട്ട് ഞാൻ 1 മാസം വീട്ടിൽ നിന്ന് കഴിച്ചു കൂട്ടി, ആരോടും പറയാണ്ട്. അതാണ് എനിക്ക് അങ്ങനെ ആകേണ്ടി വന്നതിന്. അത്രക്കും ഞാൻ കിടപ്പിലായിട്ട് എനിക്ക് ചികിത്സ ചെയ്ത് 1 കൊല്ലം 1.5 കൊല്ലം വരെ മരുന്ന് കുടിച്ചിട്ട് ഈ മാറ്റേണ്ടി വന്നത് ഞാൻ ആരോട് പറയായിട്ടാണ്. എന്നിട്ട് ചെറിയൊരു കട്ടിയുണ്ട് മുഴ തന്നെ. പക്ഷേ അത് നമുക്ക് 1 കൊല്ലം നിങ്ങൾ ഗുളിക കഴിച്ചാൽ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാണ്ട് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞ്, ആ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഗുളിക കഴിച്ചത് കൊണ്ട് എനിക്ക് പിന്നെ ഓപ്പറേഷൻ വേണ്ടി വന്നിട്ടില്ല. അത് അങ്ങനെ മാറുന്നതും ഉണ്ട്. അല്ലാണ്ട് പിന്നെ ഇത് എടുത്ത് കളയേണ്ടി വരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. പിന്നെ അതുള്ളിൽ ഇത് ഉണ്ടെങ്കിൽ ഉടവുണ്ടെങ്കിൽ, ഇത് ഉടവൊന്നും പറ്റിയിട്ടില്ല. ഇത് ചെറിയൊരു കട്ടി വരുമ്പോഴത്തേക്കാണ് ഇത് തുടങ്ങിയത്. അതുകൊണ്ട് എനിക്കത് മരുന്നിൻ്റെ മുകളിൽ ശരിയായി. അങ്ങനെയുണ്ട്. നമ്മളിത് പറയാണ്ട് ഞാൻ വെച്ച് പിന്നെ അത് സഹിക്കാൻ കഴിയാണ്ടായി. അങ്ങനെയാണ് എൻ്റെ അറിഞ്ഞു പോയിന് എല്ലാവരും. അങ്ങനെയാണ് നമ്മൾ പെണ്ണുങ്ങൾ വെച്ച് പൊത്തു. നമ്മളിപ്പോ അറിവ് പറയുന്നില്ലേ, നമുക്കത് വന്ന അനുഭവപ്പെട്ടാലേ നമ്മളത് കണക്കിലെടുക്കും. അതെ, അതാർക്കും പറ്റും. ചെറിയ ചെറിയ വേനലും വരുമ്പോൾ തന്നെ ഒന്ന് പറ്റുമെങ്കിൽ ഇപ്പൊ നമുക്ക് തോന്നി ചെറുതായിട്ട് എന്തെങ്കിലും വരുമ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാൽ അത് ഇങ്ങനെ ആകാണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന്. നമുക്കിപ്പോൾ ഇത്രയും പറ്റിയത് കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് ഈ കാര്യങ്ങള്. അമ്മേന്റെ ഇത് പക്ഷെങ്കിൽ അമ്മേന്റെ ഇപ്പൊ ചെയ്തത് അങ്ങനെയല്ല. ഇത് പിന്നെ ഉള്ളിലുള്ളത് എനക്ക് പിന്നെ
വേദനയോ കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും അത് പറയാൻ നമ്മളതിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് എന്ന് വെച്ചാൽ എനക്കൊരു തടിക്ക് ക്ഷീണോ അല്ലെങ്കിൽ ഒരു നെഞ്ഞ് വേദനയോ അല്ലെങ്കിൽ എനിക്ക് അതിനെ പറ്റി ഒന്നും ഉണ്ടല്ലോ. ഇതിപ്പോ പെട്ടെന്ന് എനിക്ക് ഒരു ചെറിയ പനി വന്ന് ഒരു അതിന് ശേഷം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ എനക്ക് എന്നാന്നറിയില്ല മോനെ, എനിക്കൊരു ശ്വാസം മുട്ടല് കുറേ ദിവസമായിട്ട്. അതേ അമ്മ എന്തിട്ടാ പറയാ അതിനെന്ന് ചോദിച്ചു. ഇത് നമ്മൾ അറിയുന്നില്ലല്ലോ, ഇത് ചെറിയ ഇതാന്ന് കിടക്കുമ്പോ ശ്വാസം മുട്ടൽ അധികം. എൻ്റെ മോൻ പറഞ്ഞു, അതേ അമ്മ അങ്ങനെ ഉണ്ടെങ്കിൽ അമ്മ എന്താ പറയാ, നമുക്ക് ആശുപത്രിയിൽ പോയി നോക്കാം. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അന്ന് പോയത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു, പോയപാടന്നെ ഡോക്ടർ പറഞ്ഞു, ജുനേദ് ഡോക്ടറെ ആദ്യം കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇന്ന പോലെ ഇരിക്കുന്നടോ ഓനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ആർട്ടിൻ്റെ ഡോക്ടറെ ഒന്ന് കാണിക്കണം, എന്നാ നോക്കാലോ നമുക്ക് എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പിറ്റേന്ന് തന്നെ കൂട്ടിപ്പോയി. പോയി നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്നതാണ് സംഗതി, നിങ്ങൾ ഇന്ന പോലെ ഇത്ര പാട് നീട്ടിക്കൊണ്ട് പോകാണ്ട് ഇത് നല്ലോണം ആയിപ്പോയി, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാണ്ട് പറ്റൂല. അതെ, അങ്ങനെയാണ് ഇപ്പൊ ഹാർട്ടിന്റെ ഇപ്പൊ വാൾവിന്റെ ഓപ്പറേഷൻ നമുക്ക് ചെയ്തത്. അങ്ങനെയാണ് അതാണ് പറഞ്ഞു വരുന്നത്. അത് എന്ന് വെച്ചാല് നമ്മളിപ്പോ കൊറോണ കഴിഞ്ഞതിന് ശേഷം കുറെ ആൾക്ക് ശ്വാസം മുട്ടൽ ഇതെല്ലാം വേഗം വരുന്നുണ്ട്. അപ്പൊ എല്ലാരും അങ്ങനെ ശ്വാസം മുട്ടലെല്ലാം വരുമ്പോൾ വിചാരിക്കുന്ന പറഞ്ഞാൽ ഈ കൊറോണ വന്നതിന് ശേഷമുള്ള ആ ഒരു കുറെ പനിയും വൈറൽ പനിയും വന്നതിന്റെ ഭാഗം. പക്ഷെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലത്. കുറച്ച് നാൾ മുന്നേ തന്നെ നമ്മള് കവിന്റെ ഇങ്ങനെ ഇത് വന്ന സമയത്ത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള മുഴകളും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഇതെല്ലാം പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പൊരിക്കൽ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ 6 മാസം കഴിഞ്ഞിട്ട് അതൊന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നൊന്നും കൂടി പോയതാണ്. അപ്പോൾ അതിന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്തായാലും അവർ ഡോക്ടർ അങ്ങനെ 6 മാസം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല അല്ലേ? ഇല്ല, നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ വളരാൻ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് പോയി നോക്കിനി. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ വേനലുണ്ടെങ്കിൽ അങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒന്ന് വേഗം പോയിട്ട് കാണിക്കാം. ഇതങ്ങനെ വലിയ എന്താ പറയുക, നമുക്ക് ചികിത്സിച്ചിട്ട് മാറ്റാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കാൻ വേണ്ട. ചെറിയ വേദനയും കാര്യമെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അതങ്ങ് ഒഴിവാക്കാണ്ട് അങ്ങ് വിടാണ്ട് ഇടക്കിടക്കെല്ലാം വരുന്നുണ്ടെങ്കിൽ കാണിച്ചിട്ടൊന്ന് ഈ സ്കാനെല്ലാം ചെയ്താൽ മാറും. നമ്മളെന്തായാലും നമ്മളെ വീട്ടിലുള്ള സാധാരണ അങ്ങനെയൊന്നും പോവും ഇതൊന്നുമില്ല. നമുക്കിങ്ങനെ ഇപ്പോൾ അനുഭവത്തിൽ കൂടെ വന്നേരാൻ നമ്മളിതിനെ പറ്റിയിട്ട് ഇതായത് നമുക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ വന്നതിന് ശേഷമുള്ള അറിവ് നമ്മളൊന്ന് പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അമ്മക്ക് ഇതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ കൊറോണയ്ക്ക് ശേഷം വരുന്ന ഈ കുഞ്ഞു ശ്വാസം മുട്ടൽ ആയിരിക്കലും ഉണ്ട് പറഞ്ഞു. കൊറോണ ഒന്നും വന്നിട്ടില്ല നമുക്കായിരിക്കും, പക്ഷേ അന്നേരമുള്ള വൈറൽ പനിയെല്ലാം ഇങ്ങനെ ഉണ്ടായിട്ടില്ല എല്ലാവർക്കും. അങ്ങനെയുള്ളത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ശ്വാസം മുട്ടൽ പറഞ്ഞു. അന്നേരം അങ്ങനെ അത് അന്നേരം തന്നെ അത് നമ്മൾ സ്കാൻ ചെയ്യാൻ ഇതിനെല്ലാം പോയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലായത് വാൾവിൻ്റെ പ്രശ്നമാണ്. അതെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ അമ്മേൻ്റെ അന്ന് പറ്റിയത് കാര്യങ്ങളൊന്ന് നമുക്ക് കുറേ നമ്മളെ ഫാമിലിയിലുള്ളവരുടെ മെസ്സേജ് അയക്കലുണ്ട്, എന്നതിന് പറ്റീന നമുക്ക് എന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അതിൻ്റെ ഇതെല്ലാം പറഞ്ഞൊന്ന് ചെയ്യാം. വാൾവിന് ഹാർട്ടിൻ്റെ വാൾവ് ചേഞ്ച് ചെയ്തതിന് നമുക്ക്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ 2-3 മാസം കഴിഞ്ഞിട്ട് ഡോക്ടർ അടുത്ത മാസം ഒരു ചെക്കപ്പും കൂടിയുണ്ട്. അപ്പോൾ അതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇതെല്ലാം കൂടി ഒന്നും പറയാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയെല്ലാം വേദനയും കാര്യങ്ങളും വരുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ പോയി ചെക്ക് ചെയ്യാന്നുള്ള ഇത് ഒന്നും കൂടി പറയുമെന്ന്. അപ്പോൾ എന്തായാലും ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് കുറേ പേര് നമ്മൾ അവിടെ കണ്ടിട്ട് നമ്മൾ മെസ്സേജുകൾ അയച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വൈകുന്നേരം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മൾ ഈ കുഞ്ഞു അറിവുകൾ നമ്മൾ പറയുമെന്ന്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ ബൈ.